ഇങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ അവിടേക്ക് അവിടേക്ക് നിന്ന് പതുക്കെ കുടിച്ചാൽ ആലോചിക്കാണ്. വരുന്നുണ്ടോ? നിങ്ങൾ വരുന്നുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത് എന്താ? നമ്മള് കൂടിപ്പോയാൽ നമ്മളൊന്ന് ചിരിക്കുക, അത്രയല്ലേ ഉള്ളൂ. അതിൽ കൂടുതൽ എന്താ സംഭവിക്കാൻ പോണേ? കിട്ടിയ സമ്മാനം, അല്ലെങ്കിൽ നമ്മളെല്ലാരും കൂടെ കളിയാക്കി ചിരിക്കുക, അത്രേ ഉള്ളൂ. ആരെങ്കിലും വരുന്നുണ്ടോ? ആളുണ്ടോ? ആ മോനെ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ അല്ലേ? കുട്ടൻ തട്ടാൻ തട്ടി കുപ്പി. ആ ഇത് ഞാൻ 10 പ്രാവശ്യം ഞാൻ പറഞ്ഞു തരത്തില്ല, ഇനി പേടി പറയണം. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. 10 പ്രാവശ്യം പറഞ്ഞു. കുട്ടന്റെ കുട്ടിയല്ല, കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. കുട്ടൻ കുട്ടി തപ്പി. ഓക്കെ, എന്തായാലും പറസ്ഥിതിക്ക് സമ്മാനം തരാനല്ല എന്റെ ഉദ്ദേശം. ചേട്ടൻ കൂടെ ഒന്ന് വരാവോ? ചേട്ടൻ കൂടെ ഇനി ഒരു 5 പ്രാവശ്യം തെറ്റിക്കാതെ പറയുന്നതാണ്. ഇത് ടൈപ്പ് കോമ്പറ്റീഷൻ, നമുക്ക് ഗിഫ്റ്റ് ഒരാൾക്ക് തരാനേ നിർവാഹമുള്ളൂ. എന്റെ കഷ്ടകാലത്തിന് ചേട്ടൻ ടോപ്പിൽ ആരെങ്കിലും വന്നാൽ ഞാൻ ഗിഫ്റ്റ് കൊടുക്കും. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി. ഇടയ്ക്ക് ഓരോന്നും ഞാൻ പറഞ്ഞില്ല, എക്സ്ട്രാ സാധനം ഇടയ്ക്ക് കേട്ടിട്ടുണ്ടല്ലേ.
നമ്മുടെ ഗെയിം ഇതാണ്. ഒരു പാട്ട് ഇവിടെ പ്ലേ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ഇടാം. എന്ത് സ്റ്റെപ്പ് വേണമെങ്കിലും ഇടാം. ഓ ചേച്ചി അങ്ങ് പേടിച്ചു. ഇഷ്ടമുള്ള സ്റ്റെപ്പ് അങ്ങ് ഇടാം. ഡാൻസ് കളിക്കാൻ അറിയോ? നമുക്ക് ഡാൻസ് കളിക്കാൻ അറിയണ്ട, അതൊരു ഫാക്ടർ അല്ല. ഓക്കെ, എന്തെങ്കിലും ഒരു പാട്ടിടും. ആ നമ്മൾ കണ്ണിപ്പൊ നോക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ നോക്കാം. ഇപ്പൊ ഇവരെല്ലാരും ഓൾറെഡി കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്റ്റാർട്ട്. നല്ല രീതിയിൽ സ്റ്റെപ്പ് വയ്ക്കണം കേട്ടോ, ഹാർഡ് സ്റ്റെപ്സ് വയ്ക്കണം. പോവാം. യെസ്, അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഡാൻസിങ് ക്രിസ്മസ് ട്രീയുടെ പെർഫോമൻസ് ആണ് അടുത്തതായിട്ട്. അപ്പോൾ നേരത്തെ പെർഫോമൻസ് മിസ് ചെയ്ത് പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഇതാ മറ്റൊരു കിടിലം പെർഫോമൻസ് ആണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ. നമ്മുടെ ട്രീസിലുള്ള പപ്പാസ് ഒക്കെ ഇപ്പോൾ ദാ മുകളിലേക്ക് നിങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ട് പൊങ്ങി വരുന്നതാണ് കേട്ടോ. അതാ പപ്പാസ് എല്ലാവരും ട്രീയുടെ അവിടെ ആ ഒരു 9 സ്റ്റെപ്സിലായിട്ട് അറേഞ്ച് ആയി നിൽക്കുന്നുണ്ട്. താഴെ നമുക്ക് കുറെ പപ്പാസ് ഉണ്ട്. 100 ലൈവ് പപ്പാസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ഷോയെ കുറിച്ച് പറയാനാണെങ്കിൽ ഡെയിലി നമുക്ക് December 20th സ്റ്റാർട്ട് ചെയ്ത ഷോ January 5 വരെ ഉണ്ടായിരിക്കുന്നതാണ്. വൈകുന്നേരം 6:45, 7:45, 8:45 അങ്ങനെ 3 ടൈം ആയിട്ടാണ് നമുക്ക് ഷോസ് വരുന്നത്. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യാം. നമ്മുടെ പപ്പാസ് എല്ലാവരും ഓൺ സ്റ്റേജിൽ കയറി കഴിഞ്ഞു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നല്ല നല്ല കൈയടികളായിട്ട് ഇടയ്ക്കൊക്കെ നൽകുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്.
അത് വോയിസ് കേൾക്കുമ്പോൾ അറിയാം ഒരു പ്രൊഫഷണൽ ആയിട്ട് പാടുന്ന ഒരാൾ മൈക്ക് വെച്ചിരിക്കുന്നത്. ടോപ്പ് സിംഗറിൽ എത്ര റൗണ്ട്സ് വരെ പോയി? സ്റ്റിൽ നൗ ഓൺ ഗോയിങ്. ഔട്ടായോ അതുണ്ടോ? ഒരു സെലിബ്രിറ്റി ആണ് ഇവിടെ, നമ്മൾ അറിയണ്ടേ. നമ്മുടെ കൊല്ലത്തിന്റെ വീട്, കൊല്ലക്കാരുടെ അഭിമാനം. ഒന്ന് താണ്ടെ രണ്ടാമത്തെ ടോപ്പ് സിംഗറില് 12ാമത്തെ റൗണ്ടിൽ വന്ന് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു മധു ബാലകൃഷ്ണൻ ചേട്ടനുണ്ട്, അതിനകത്ത് തന്നെ ശരത് സാറുണ്ട്, ഒപ്പം തന്നെ MG സാറുണ്ട്. ഇവരുടെയൊക്കെ ശിക്ഷണത്തിൽ അവരുടെയൊക്കെ കമന്റ്സിലൊക്കെ അല്ലേ, ഹൗ ഡു ഫീൽ, എങ്ങനെയുണ്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു ഫീൽ എന്ന് പറയുമ്പോൾ? എന്തായാലും നമുക്കൊരു സെലിബ്രിറ്റി കിട്ടിയതാണ്. ഒരു പാട്ടോടെ നമുക്കൊരു ഫാസ്റ്റ് സോങ് കൂടെ വേണം. ഇപ്പോഴല്ല, നമ്മുടെ സാന്റാസ് റെഡിയാണ് അവിടെ. And everyone you meet, you can see the ones for me. Have a jolly Christmas. Somebody waits the year and you meet can see. Have a താളക്കൊളുത്തുള്ള തിരക്കും വെറ്റിലിട്ട് വെക്കാം. ഭൂമിയപ്പടയും അത്തയും വെറ്റിലിട്ട് വെക്കാം. കുഞ്ഞിലം വാവേ കഥ കേട്ട് മില്ലേ മിഴിപ്പൂട്ട് മാടിൽ തൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ തിരിയോടെ പൊന്ത് കളിയാടി വരവ്. കഴിഞ്ഞോ? അപ്പൊ നല്ല
താങ്ക് യു. നല്ലൊരു ഗൈഡ് കൊടുക്കാം അവർക്ക് കേട്ടോ പ്ലീസ്. ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തിയതല്ല, നമ്മുടെ സ്റ്റാൻഡേർഡ്സ് അവിടെ റെഡിയാണ്. അടുത്ത ഡാൻസിനായിട്ട് അവർ റെഡിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഡാൻസിന് ശേഷം